ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെറുപയർ മുളപ്പിച്ച ചെറുപയർ പപ്പായ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. പിന്നെ ലാസസ് കുക്കിംഗ് നിങ്ങളിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമ്മളെ ചെറുപയർ വിടണ്ട് മുളപ്പിച്ച് അപ്പോൾ ഞാൻ നമ്മളെ പപ്പായ ചോപ്പറിലിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ചെറുപയർ കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ പപ്പായത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ച് തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വരട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ 1 ടീസ്പൂൺ കടകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടക് നന്നായി പൊട്ടി വരച്ചിട്ടോ. അപ്പോൾ കടക് നന്നായി പൊട്ടിയിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, ഇത് 3 കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള വഴറ്റിയതിന് ശേഷം ഞാൻ നമ്മുടെ പപ്പായ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഉപ്പും ആ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒന്ന് വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മുടെ പപ്പായക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലിട്ട് വേവിച്ച് കുഴഞ്ഞു പോയ രൂപത്തിലാവരുത് കേട്ടോ. ഇതെല്ലായിടത്തും ഒന്ന് ആയതിനു ശേഷം നമുക്ക് ഞാനിവിടെ വെച്ച കുക്കറിൽ വെച്ച നമ്മുടെ മുളപ്പിച്ച് ചെറുപയർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ആദ്യം തന്നെ ഇളക്കി കൊടുക്കണം, കാരണം ഇത് പപ്പായ ചെറുതായി ചോപ്പ് ചെയ്തത് കൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ വേവിച്ച് വെച്ച നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത്, ആ മുളപ്പിച്ച ചെറുപയർ അത് കുക്കറിന് തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി ഈ ചെറുപയറിൽ ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ, 2 ടീസ്പൂൺ വെള്ളമുണ്ട്. അത് ഇത് ഈ നമ്മുടെ പപ്പായ വേവുമ്പോഴത്തിന് വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ചെറുപയറിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടും കൊണ്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വേവിച്ച ചെറുപയറിൽ ഉള്ള വെള്ളം എല്ലാം കൂടി വറ്റി നന്നായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തിന് നമ്മുടെ പപ്പായയും നന്നായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആ ചെറുപയറൊക്കെ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വൈത്ത വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴേക്ക് പപ്പായൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഒരു 1/2 മുറി തേങ്ങ, ഒരു തേങ്ങയുടെ മുറിയുടെ പകുതി ചിരകിയും കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങയും കൂടി ഇട്ടുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ പപ്പായ തോരന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയി തന്നെ ഉണ്ടാക്കിയെടുക്കുക. പപ്പായൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. വെറുതെ കേട് വരുത്തി കളയാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തിയായ തോരൻ നമുക്ക് ചോറിൽ ഉണ്ടാക്കി കഴിക്കട്ടെ. അപ്പോൾ ഞാൻ നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെറുപയർ പപ്പായ തോരൻ ഞാൻ സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ഹെൽത്തി തോരനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയുമായിട്ട്. അതുവരേക്കും ടാറ്റാ.